ചാപ്റ്റർ 12 തുമ്പി വിമാനങ്ങൾ. അപ്പോ നമ്മൾ ഈ നോക്കിക്ക് ഈ പടത്തിൽ എന്തൊക്കെയുള്ള തുമ്പിനെ പിന്നെ വിമാനം എങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ തുമ്പി വിമാനം പോലെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പാടത്തിന് തുമ്പി വിമാനങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കപ്പോ മനസ്സിലാവുമല്ലോ ഇത് കാണുമ്പോ തന്നെ ഈ തുമ്പികളെ കുറിച്ചിട്ടുള്ളൊരു പിന്നെ പാടോ. നമുക്കത് നോക്കാം. സൂചിത്തുമ്പി പറന്നു വന്നു. അതിന്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു. അപ്പൊ നോക്ക്, ഇതായിരിക്കല്ലേ സൂചിത്തുമ്പി. അതിന്റെ കാലിൽ എന്താന്ന് പറഞ്ഞ ഒരു കൊതുക്. അപ്പൊ നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. പിന്നെന്താ ഉള്ളത്, കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി. എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഒരു ശബ്ദം, ട്രും ട്രും ട്രും. അപ്പൊ നോക്ക്, ഇലയിൽ വന്ന് ആ സൂചിത്തുമ്പി ഇരുന്നിട്ട് ആ കൊതുകിനെ തിന്നാൻ തുടങ്ങും. അപ്പൊ എന്തോ പറ്റിയ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. എന്താ സംഭവിച്ചേ? അതാ മറ്റൊരു തുമ്പി വിമാനം. കള്ളൻ തുമ്പിയാണ് വരുന്നത്. കള്ളൻ തുമ്പിയുടെ ചിറക് തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്നും കൊതുക് തെറിച്ചു പോയി. അപ്പൊ എന്തു പറ്റി? കള്ളൻ തുമ്പി, വേറൊരു തുമ്പി വന്നു. അതിന്റെ പേരെന്താ? കള്ളൻ തുമ്പി. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് എന്തു പറ്റി? നമ്മുടെ സൂചിത്തുമ്പിയുടെ പിന്നെ കാലിൽ നിന്ന് കൊതുക് തെറിച്ച് താഴോട്ട് പോയി. അപ്പൊ ഈ പിക്ചറിൽ എന്താ ഇത് താഴോട്ട് പോകുന്നൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. എന്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ? സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു. അത് ഫോൺ എടുത്തു വിളിച്ചു. ഹലോ ഹലോ, കടുവത്തുമ്പിയല്ലേ, സഹായിക്കണം. അപ്പോഴത്തേക്കും സൂചിത്തുമ്പി എന്താ ചെയ്ത? സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നിട്ട് കടുവത്തുമ്പിനെ വിളിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു. ട്രും 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 ട്രും. കള്ളൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. ട്രും ട്രും ട്രും. സൂചിത്തുമ്പിയും പിറകെ പോയി. ട്രും ട്രും ട്രും. അപ്പൊ നോക്ക്, ഈ പിക്ചർ ഈ പടത്തിൽ നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്തുവാ. അതേ നോക്ക്, ഇതായിരിക്കും നമ്മുടെ ആരാ? കള്ളൻ തുമ്പി. അതിന്റെ പുറകെ ആരാ പോകുന്നേ? കടുവത്തുമ്പി. പിന്നെ അതിന്റെ പുറകെ ആരാ? സൂചിത്തുമ്പി. പിന്നെ പറന്നു ചെന്ന കടുവത്തുമ്പി വടിവാല് കൊണ്ട് ഒറ്റയടി കള്ളൻ തുമ്പി ഒഴിഞ്ഞു പാറി. ഊഞ്ഞാൽ വെള്ളിയിൽ തട്ടി വടിവാൽ ഒടിഞ്ഞു തൂങ്ങി. അപ്പൊ എന്തു പറ്റി? കടുവത്തുമ്പി ഒടിനെ ഓടിച്ചെന്നിട്ട് പറന്നു ചെന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കള്ളൻ തുമ്പിനെ അടിക്കുക അതിന്റെ വാല് വെച്ചിട്ട്, വെടിവാല് വെച്ചിട്ട്. അപ്പൊ എന്തു പറ്റി? കള്ളൻ തുമ്പി ഒഴിഞ്ഞു മാറിപ്പോയി. കള്ളൻ തുമ്പി രക്ഷപ്പെട്ടു പോയി. അപ്പൊ എന്തു പറ്റി? പക്ഷേ നമ്മുടെ കടുവത്തുമ്പിക്ക് ഊഞ്ഞാൽ വള്ളിയിൽ തട്ടിയിട്ട് വടിവാൽ ഒടിഞ്ഞു തൂങ്ങി എന്ന് പറയുക. നമുക്ക് ഇത് നോക്കാം. ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി. അപ്പൊ എന്തുവാ? ഹോസ്പിറ്റലിൽ പോയി ആര്? നമ്മുടെ കടുവത്തുമ്പിയുടെ വാലൊടിഞ്ഞു പോയില്ലേ. അപ്പൊ പിന്നെ പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോകുകയാണ്. അപ്പൊ നോക്ക്, ഇവിടെ പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ട സൂചിത്തുമ്പിയുണ്ട്. പിന്നെ അതിന്റെ കൂടെ വേറെ കുറെ തുമ്പികളുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളായിരിക്കും. നമ്മൾ ഇവിടെ ഈ ഇതാരാ? നമ്മൾ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വന്ന ആരാ? കണ്ട, വാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ കടുവത്തുമ്പി. അപ്പൊ എന്താ വന്നിട്ട് ചോദിക്കുന്നേ? ഇതെന്താ തീറ്റ മത്സരമാണോ എന്നായിരിക്കും. അപ്പൊ അതും നമ്മൾ അവിടെ എഴുതി ചേർക്കണം. അപ്പൊ ഇവരെന്തായിരിക്കും പറയുന്നത്? നല്ല സ്വാദ്. അത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കും. അപ്പൊ എന്താ പറയുന്നത്? നല്ല സ്വാദ്. അപ്പോൾ കുളത്തിൽ ഒരു ഇളക്കം. മത്സ്യങ്ങളാണോ? അല്ലല്ലോ, അതാ വെള്ളത്തിൽ കുറെ കൊതുകു തീനി തുമ്പികൾ. സൂചിത്തുമ്പിയും മക്കളുമാണ്. അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറഞ്ഞു, സോറി. അതെ, ഇപ്പൊ ഇതില് പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താ സംഭവിച്ചെന്ന്. കുളത്തിലൊരു ഇളക്കം കേട്ടപ്പോ എന്തുവായിരുന്നു? അവിടെ നമ്മുടെ സൂചിത്തുമ്പികളാ, കൊതുക് തീനി തുമ്പികളാ സൂചിത്തുമ്പി എന്ന് പറയുന്നത്. അത് എന്തുവാ ചെയ്യുന്നേ? കൂത്താടികളെ ഭക്ഷിക്കുക. അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കൂടെ. അപ്പൊ ഈ നമ്മുടെ കടുവത്തുമ്പീനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സൂചിത്തുമ്പി എന്ത് പറയുന്നേ? സോറി പറയുക. കാരണം സൂചിത്തുമ്പി കാരണമല്ലേ കടുവത്തുമ്പിയുടെ ഇപ്പൊ വാല് ഒടിഞ്ഞു പോയി, ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വന്നത്. പിന്നെ ഇതിലെന്താ? ചിത്രങ്ങൾ നോക്കൂ, ഈ രണ്ട് രംഗങ്ങൾ ചേർത്ത് കഥ പറയാമോ എന്ന് ചോദിച്ചിരിക്കുക. ഇതാ നോക്കി, ഇലയിൽ വന്ന് നമ്മുടെ ഇതാരായിരിക്കും? കടുവത്തുമ്പി. കണ്ട, വാല് മുറിഞ്ഞിട്ട് വന്ന് വീണ് കിടക്കുക. അപ്പൊ ഇവിടെ ഒരു പിക്ചറിനകത്ത് എന്തോ ഉറുമ്പുകൾ ഇങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ ഒക്കെ. അപ്പൊ മുകളിൽ നിന്ന് കടുവത്തുമ്പി താഴോട്ട് വീഴുന്നു. അപ്പൊ ഇതിന്റെ ബേസിൽ ഒരു കഥ എഴുതാൻ പറയാം. അപ്പൊ നമ്മൾക്ക് എഴുതി നോക്കാം. കണ്ട, അതേ നോക്ക്. നോക്കാം. കടുവത്തുമ്പി ഒരു ഇലയിൽ വീണു. അതിന്റെ നിലവിളി ആരും കേട്ടില്ല. അപ്പൊ പിന്നെ എന്തോ എഴുതിയിരിക്കുന്നേ? അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നേ ഞാൻ വായിക്കാവേ. അതുവഴി വന്ന ഇളം കാറ്റ് കാര്യമെന്തെന്നറിയാൻ ഓടി അരകിലെത്തിയപ്പോൾ ഇല ഇളകി അതിൽ വീണിരുന്നാൽ കടുവത്തുമ്പി താഴേക്ക് വീണു. കടുവത്തുമ്പിയുടെ വീഴ്ച താഴെ നിന്നു കണ്ട ഉറുമ്പുകൾ അവ വേഗം ഒന്നിച്ചു കൂടി നിന്ന് കൈകൾ ഉയർത്തി തുമ്പിയെ നിലത്തു വീഴാതെ പിടിച്ചു വേഗം ആശുപത്രിയിൽ എത്തിച്ചു.
അപ്പൊ എന്തോ സംഭവിച്ചേ? അപ്പം നമ്മള് ഈ ഉറുമ്പുകളെ അവനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുക. അപ്പൊ പിന്നെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ? അപ്പൊ ഇവിടെ നമ്മൾ 2 ബോക്സിൽ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എന്തുവാ എന്തായിരിക്കും പറയുക? അതാ ഒരു തുമ്പി താഴേക്ക് വീഴുന്നു. അപ്പൊ ഇവിടെ എന്താ ഇയാൾ എന്തായിരിക്കും പറയുന്നേ? അതിന്റെ വാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. പിന്നെ എഴുതിയിരിക്കുന്ന കടുവത്തുമ്പിയുടെ വീഴ്ച താഴെ നിന്ന് താഴെ നിന്ന് ഉറുമ്പുകൾ കണ്ടു. ആ കാഴ്ച കണ്ട അവർ പറഞ്ഞത് എന്തായിരിക്കും? അതാ നമ്മളിപ്പോ ഈ 2 ബോക്സിൽ എഴുതിയത്. അടുത്ത പേജ് നോക്കാം. അപ്പൊ ഇവിടെ എന്താ? ഓന്ത് മുട്ടയിടുമോ? അപ്പം നമുക്ക് ഇതെന്താ ഒരു ഡയറിയാണേ. നോക്കാം. ഒക്ടോബർ 27 വെള്ളി. അപ്പൊ ഡയറിയാണ്. എന്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ചു സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴി ഉണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ട. പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. അപ്പൊ ഇതൊരു കുട്ടി എഴുതിയതാ. ആദിദേവ്, SVUP സ്കൂൾ, മുത്തത്തി, പയ്യന്നൂര്. അപ്പൊ അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താ? എന്റെ ഡയറി. ഏതെങ്കിലും ഒരു മത്സരത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതൂന്ന് പറയാം. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഡേറ്റ് എഴുതണം. എന്നിട്ട് എഴുതുക. എന്റെ വീട്ടിലെ ഫിഷ് ടാങ്കിലെ തിലോപ്പിയ മത്സ്യത്തെ ഞാൻ ഇന്ന് നിരീക്ഷിച്ചു. അത് ടാങ്കിന്റെ ഒരു കോണിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ ചെറിയ മഞ്ഞ നിറമുള്ള മുട്ടകൾ ഞാൻ കണ്ടു. അവർ വാൽ കൊണ്ട് വെള്ളം ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാനത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ മുട്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വാൽ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നതെന്നും അടുത്ത ദിവസങ്ങളിൽ മുട്ടകൾ വിരിയുമെന്നും അമ്മ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നു. പിന്നെ ഇതിലെന്താ ഉള്ളത്? ചെറുജീവികൾ. അപ്പൊ നോക്കിക്കേ, ഇനം, അതുപോലെ തന്നെ പേരും എഴുതാനാ. കാലില്ലാത്ത ജീവികൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതണം. മണ്ണിര, കുരുടിപ്പാമ്പ്, അതുപോലെ 4 കാലുള്ളവ, അരണ, പല്ലി, അതുപോലെ 6 കാലുള്ളവ, ഈച്ച, ഉറുമ്പ്, കൊതുക്, വണ്ട്, പൂമ്പാറ്റ, പുൽച്ചാടി, അതുപോലെ ഒത്തിരി കാലുകളുള്ളവ, തേരട്ട, പഴുതാര. അതുപോലെ നമുക്ക് ഇത് നോക്കാം. പാടി രസിക്കാം. നോക്കിക്കേ. കുഞ്ഞറകൾക്കുള്ളിൽ 100 കുഞ്ഞറകൾ മണ്ണിലുണ്ടേ. കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരിതീടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരിതീടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. വരിവരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ. അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ. മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ.